जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोधनन्दन व्रज जनरञ्जन എത്ര പേര് പറഞ്ഞെന്നറിയാമോ? ഒരു ദിവസം പോലും रावण चारि यमुना तीरावन चारि जय राधा माधव कुंज बिहारी जय श्री श्री राधा नीलमाधव की, श्रील प्रभुपाद की, श्रील गुरुदेव की, जय गौर हरि प्रेमानंद। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। Before reciting the Srimad Bhagavatam, which is the very means of conquest, one should offer respectful obeisances unto the personality of Godhead Narayana, unto Naranarayana Rishi, the supermost human being, unto Mother Saraswati, the goddess of learning, and unto Srila Vyasadeva, the author. Nashtaprayeshu abhadreshu nityam bhagavata sevaya bhagavati uttama sloke bhaktir bhavati naishtiki. By regular attendance in classes on the Bhagavatam and by rendering of service to the pure devotee, all that is troublesome to the heart is almost completely destroyed. Loving service unto the personality of Godhead, who is praised with transcendental songs, is established as an irrevocable fact. Om Ajnanatimrandasya Jnananjanashalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Vanchakalpatarubhyasya Kripa Sindhubhya eva cha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha. Nama Om Vishnupadaya Krishna Prishtaya Bhutale Srimade Bhaktivedanta Swami Hidinabhine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine. Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama
രാമ രാമ ഹരേ ഹരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു സ്വാമി നാമനെ നമാമി മൂർധന ചരണാരവിന്ദേ. ശ്രീ ഭാഗവത പദസമേതസ്യ പ്രചാരണേ ലോകധാരണേ ശ്രീ മഹാവിഷ്ണു മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരം യത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരു ദീനതാരിണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മഹാരാജ്. ഹരേ കൃഷ്ണ പ്രഭുസൻ മാതാജീസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം 1:6:30 ആണ്. വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്ലോകം. നമുക്കിതിനെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. കാരണം ഐശ്വര്യ മാതാജി ഭഗവത്ഗീത ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കണേ. എട്ടാമത്തെ അധ്യായത്തില് 17ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു മാതാജി. സഹസ്രയുഗപര്യന്തം അഹരിയത് ബ്രഹ്മണോ വിദുഹു എന്ന് തുടങ്ങുന്ന ശ്ലോകം ഒന്ന് എടുത്തു വെക്കണേ മാതാജി. നമുക്ക് ശ്ലോകം ചാൻഡ് ചെയ്യാം. സഹസ്രയുഗപരിഹന്തേ ഉദ്ധായേദം സിസൃക്ഷദഃ മരീചി മിശ്രർഷയഃ പ്രാണേഭ്യോഹം ച ജഞ്ജിരേ. സഹസ്രയുഗപരിഹന്തേ ഉദ്ധായേദം സിസൃക്ഷദഃ മരീചി മിശ്രാർഷയഃ പ്രാണേഭ്യോ അഹം ച ജഞ്ജിരേ. സഹസ്ര 1000, യുഗ 4,30,000 വർഷങ്ങൾ, പര്യന്തേ കാലഘട്ടത്തിന്റെ അന്ത്യത്തിൽ, ഉദ്ധായ നിശ്വസിക്കയാൽ, ഇതം ഇത്, സിസൃക്ഷതഃ വീണ്ടും സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച്, മരീചി മിശ്രാഹ മരീചിയെ പോലുള്ള ഋഷി, ഋഷയഃ സർവ ഋഷിമാരും, പ്രാണേഭ്യഃ ഭഗവത് ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യമായ, അഹം ഞാൻ, ഛ ജഞ്ജിരേ പ്രത്യക്ഷപ്പെട്ടു. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മാതാജി ഇതിന്റെ ഈ ഒരു ഫിഗർ വന്നിട്ട് വേർഡ്സിൽ വായിക്കാൻ അറിയാമോ എത്രയാണെന്ന്? ഹരേ കൃഷ്ണ. അറിയില്ലാന്ന് തോന്നുന്നു. ഓക്കെ, 4,30,000 സൗരവർഷങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. കാരണം എനിക്ക് അതിന്റെ ഫിഗർ എത്രയാണ് വേർഡ്സിൽ എനിക്ക് അറിയില്ല, ക്ഷമിക്കണം. 4,30,000 സൗരവർഷങ്ങൾക്ക് ശേഷം ഭഗവത് ഇച്ഛയാൽ പുനർസൃഷ്ടിക്കാനായി ബ്രഹ്മാവ് ഉണർന്നപ്പോൾ മരീചി, അങ്കിരൻ, അത്രി തുടങ്ങിയവരെ പോലുള്ള സർവ ഋഷിമാരും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. അനന്തരം അവരോടൊപ്പം ഞാനും ആവിർഭവിച്ചു. ഭാവാർത്ഥം: ബ്രഹ്മാവിന്റെ ഒരു ദിനം അതായത് ഇതിന്റെ ഫിഗർ വന്നിട്ട് വളരെ വലുതാണ്. 432 കോടി പ്രഭു. എത്ര പ്രഭു? 432 കോടി. യെസ്, താങ്ക് യു പ്രഭു. 432 കോടി സൗരവർഷങ്ങളാകുന്നു. ഭഗവത്ഗീതയിലും ഇക്കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ആകയാൽ ഈ ക്ലിപ്തകാലം ബ്രഹ്മാവ് ബ്രഹ്മസൃഷ്ടാവായ ഗർഭോദകശായി വിഷ്ണുവിന്റെ സ്വരൂപത്തിനുള്ളിൽ യോഗനിദ്രയിൽ വിശ്രമിക്കുന്നു. അപ്രകാരം ബ്രഹ്മദേവന്റെ നിദ്ര പരിവൃത്തിക്ക് ശേഷം ഭഗവതേച്ഛയാൽ ബ്രഹ്മകാരകനായി പുനർസൃഷ്ടി സംഭവിക്കുമ്പോൾ അതീന്ദ്രിയ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും എല്ലാ ശ്രേഷ്ഠ ഋഷിമാരും ആവിർഭവിക്കുന്നു. അങ്ങനെ ശ്രീനാരദനും പ്രാദുർഭവിച്ചു. ഒരു മനുഷ്യൻ അതേ ശരീരത്തോടു കൂടി നിദ്രയിൽ നിന്നും ഉണരുന്നത് പോലെ അതേ അതീന്ദ്രിയ ശരീരത്തിൽ നാരദൻ ആവിർഭവിച്ചു. സർവശക്തന്റെ അതീന്ദ്രിയവും ഭൗതികവുമായ സൃഷ്ടികളുടെ സർവഭാഗങ്ങളിലും
സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ശ്രീ നാരദനുണ്ടായിരുന്നു. ബദ്ധജീവാത്മാക്കൾക്ക് വിജാതീയമായ അഭേദമായ ശരീരവും ആത്മാവുമുള്ള അതീന്ദ്രിയ ശരീരത്തിൽ അദ്ദേഹം ആവിർഭവിക്കുകയും തിരോധാനം ചെയ്യുകയും ചെയ്യുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. ഇത് ഒരു കാലയളവിനെ കുറിച്ച് പറയുന്നതാണ് ഈ ശ്ലോകം. നാരദ മഹർഷിയുടെ പ്രീവിയസ് ബർത്തിൽ ഉണ്ടായിരുന്നത് ഒരു ബ്രഹ്മാവും, അദ്ദേഹത്തിന്റെ പുനർജന്മം, അടുത്ത ജന്മം നാരദ മഹർഷിയായിട്ട് വരുന്നത് വേറൊരു ബ്രഹ്മാവിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. നമ്മളിത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ നമ്മുടെ 750 മില്ലി ഈ ബ്രെയിനിൽ വർക്കാവുന്ന സംഭവമല്ല ഈ ഇതിലെ കുറച്ച് കാര്യങ്ങൾ. അതായത് മനുഷ്യ ഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിന് എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത 8ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. വളരെ വലിയ ഒരു ദീർഘകാലമാണ്. അതായത് 7ാമത്തെ ക്യാൻഡുവില് പറയും, നമ്മൾക്കെല്ലാവർക്കും 100 വയസ്സ് തന്നെയാണ്. നമ്മൾക്കെല്ലാവർക്കും. അത് ഒരു സാധാരണ ഉറുമ്പിനായാലും ഒരു ചിത്രശലഭത്തിനായാലും മനുഷ്യനായാലും ബ്രഹ്മദേവനായാലും 100 വയസ്സ് തന്നെ. നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു ചെറിയൊരു ചിത്രശലഭം വന്നിട്ട് 14 ദിവസത്തിനകത്ത് ജനിച്ച് മരിച്ച് അത് ശരീരം ഉപേക്ഷിച്ച് പോകും. നമ്മളുടെ കണക്കിൽ അതിന് 14 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അതിൻ്റെ 100 വയസ്സാണ് ജീവിച്ച് തീർക്കുന്നത്. ഉറുമ്പായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനുഷ്യർ, പക്ഷേ ആ ഉറുമ്പോ ചിത്രശലഭമോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ കാലങ്ങളോളം ജീവിച്ചിരിക്കുന്നതായിട്ട് അവർക്കത് ഫീൽ ചെയ്യും. അതുപോലെ ബ്രഹ്മദേവന്റെ ഒരു ദിവസം, ഒരു പകൽ എന്ന് പറയുന്നത് 1000 യുഗങ്ങളാണ്. മനുഷ്യ ഗണിത പ്രകാരം 1000 യുഗങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം, 12 മണിക്കൂർ ഇൻറ്റു 2. അതേപോലെ 1000 യുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു രാത്രി. ബ്രഹ്മദേവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് സൃഷ്ടികളെല്ലാം നടക്കും. ബ്രഹ്മദേവന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന്, അതായത് ഫ്രണ്ടിൽ നിന്നിട്ട് ദേവന്മാര്, ഋഷിമാര്, ഡിവോട്ടീസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാവരും ഇതിലൂടെ വരും. ബ്രഹ്മദേവന്റെ പുറകിൽ നിന്നിട്ട് അസുരന്മാരെല്ലാവരും അങ്ങനെയാണ് വരുന്നത്. അതായത് ബ്രഹ്മദേവന്റെ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും പല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് വരുന്നത്. ഇത് രാജ്കോട്ടിൽ വെച്ച് 2011 ദേവികി നന്ദൻ പ്രഭു എടുത്ത ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ബ്രഹ്മദേവന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നല്ല നല്ല ഗുണങ്ങളുള്ള ആൾക്കാരും പുറകുവശത്ത് നിന്ന് ആസുരിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഇത് 4 ടൈപ്പ് പ്രളയമുണ്ട്. 4 ടൈപ്പ് പ്രളയം. ഒന്ന് വന്നിട്ട് നിത്യപ്രളയം. നിത്യപ്രളയം എന്ന് പറഞ്ഞാൽ എപ്പോഴും മരണം സംഭവിച്ചുകൊണ്ടേയിരിക്കും. മരണം ഒരു ടൈപ്പ് പ്രളയത്തിൽ പെടുന്നതാണ്. നമ്മൾ മലയാളം വേർഡ് പ്രളയമല്ല, നമ്മുടെ മലയാളം വേർഡിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രളയക്കെടുതി, മഴ മൂലം ഉണ്ടാകുന്ന, അതായത് ശരിക്കും മഴ പെയ്യുമ്പോൾ ഒരു ഫ്ലഡ് വരും. മഴ പെയ്യുന്ന വെള്ളം എല്ലാം കൂടെ ഭൂമിക്കടിയിൽ സ്റ്റോർ ചെയ്തിട്ട് കുറെ കഴിയാൻ നേരത്ത് അതിന്റെ പ്രഷർ താങ്ങാൻ പറ്റാതാവാൻ നേരത്ത് അത് ഉരുൾപൊട്ടലായിട്ട് മാറും. ആ പ്രളയമല്ല ഇത്. ഇത് ബ്രഹ്മദേവന്റെ ഇതാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് നിത്യപ്രളയം. ഇത് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ ബാക്കിയുള്ളവർ മരണപ്പെടാറുണ്ട്. രണ്ടാമത് വന്നിട്ട് നൈമിതിക പ്രളയം എന്ന് പറയും. ബ്രഹ്മദേവന്റെ ഒരു പകലില് സംഭവിക്കുന്നതാണ് നൈമിതിക പ്രളയം എന്ന് പറയുന്നത്. അതില് ഭുവർ, അതായത് ഈ 3 ലോകങ്ങള് നശിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. ഈ 3 ലോകങ്ങള്. മൂന്നാമത്തെ പ്രളയം വന്നിട്ട് പ്രാകൃതിക പ്രളയം. അതായത് ബ്രഹ്മദേവന്റെ 50 വർഷം. ബ്രഹ്മദേവന്റെ 50 വർഷം എന്ന് പറയുന്നത് നമ്മൾക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ 50 വർഷം പോലെ അല്ല. ബ്രഹ്മദേവന്റെ 50 വർഷത്തിൽ 50-50 ഇതിൽ സംഭവിക്കുന്നത്. അടുത്ത വന്നിട്ട് ആത്യന്തിക പ്രളയം. ആത്യന്തിക പ്രളയത്തിലാണ് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടിപ്പോകുന്നത്. നമ്മൾ ജനിക്കും, മരിക്കും, നമുക്ക് ഒരുപാട് കാർമിക് റിയാക്ഷൻസ് വരും. അതെല്ലാം വച്ചിട്ട് അങ്ങനെ പോകുന്നതിനാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രളയമുണ്ട്. നിത്യപ്രളയം, നൈമിതിക പ്രളയം, പ്രാകൃതിക പ്രളയം, ആത്യന്തിക പ്രളയം.
ഓക്കെ, ഇത്രയാണ് ഈ പ്രളയങ്ങളാണ് ഉള്ളത്. ഇതില് ശ്രീമദ് ഭാഗവതത്തില് ഈ 1:6:30 നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്, നാരദ മഹർഷി വന്നിട്ട് രണ്ടാമത്തെ ബ്രഹ്മദേവന്റെ കാലത്താണ് അദ്ദേഹത്തിന് നാരദ മഹർഷി എന്നുള്ള ശരീരം കിട്ടിയത്. ഇപ്പൊ നടന്നത്, അതായത് ഈ ഒരു സമയത്ത്, അതായത് നാരദ മഹർഷിയുടെ പ്രീവിയസ് ബർത്തിൽ അദ്ദേഹം കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ നടന്ന പ്രളയം എന്ന് പറഞ്ഞാൽ പ്രാകൃതിക പ്രളയം എന്ന് പറയും. ഈ പ്രാകൃതിക പ്രളയത്തില് ഭഗവാൻ വന്നിട്ട് എല്ലാ സ്ഥൂല ശരീരങ്ങളെയും സൂക്ഷ്മമാക്കി വയ്ക്കും. അതായത് സൂക്ഷ്മമാക്കി വയ്ക്കും എന്ന് പറഞ്ഞാൽ ഗ്രോസ് ബോഡി ടു സബ്റ്റിൽ ബോഡി, നമ്മൾ എല്ലാത്തിനെയും സൂക്ഷ്മമാക്കും. ഇപ്പൊ നമ്മൾ ഒരു മാങ്ങയെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനെ കണ്ട് മനസ്സിലാക്കാം, മാങ്ങയെ രുചിച്ച് മനസ്സിലാക്കാം. അതല്ല സഹായിക്കാനാകില്ല, പിന്നെ എന്റെ ഒന്ന് പറയുന്നേ, ആരും സഹായിക്കുന്നില്ല, ആരും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. സോറി പ്രഭു, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിനെ ഭഗവാൻ വന്നിട്ട് ഈ പ്രാകൃതിക പ്രളയ സമയത്ത് എല്ലാ ശരീരത്തിനെയും എന്ത് ചെയ്യും? ഭഗവാൻ വന്നിട്ട് സൂക്ഷ്മ ശരീരമാക്കി മാറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പോ നമ്മൾ സൂമിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാമറ 2 സൈഡ് ഓൺ ആണെങ്കിൽ എനിക്ക് അപ്പുറവും ഇപ്പുറവും നിങ്ങളെ കാണാൻ കഴിയും. ഇത് വന്നിട്ട് എന്താണ്? സ്ഥൂല ശരീരം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വന്നിട്ട് മനസ്സ്, ബുദ്ധി, വിദ്യ, അഹങ്കാരം അങ്ങനെ ആക്കിയിട്ട് ഒരു ആത്മ സ്റ്റേജിൽ കൊണ്ടുവരുന്നതിനാണ് സൂക്ഷ്മ ശരീരം. നമുക്ക് കാണാനേ കഴിയില്ല. ആ കാണാൻ കഴിയില്ലാത്ത ആ ശരീരമാക്കി മാറ്റിയിട്ട് ഭഗവാൻ വന്നിട്ട് എല്ലാ ജീവാത്മാക്കൾക്കും റെസ്റ്റ് കൊടുക്കുന്നതാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. ഭഗവാനാണ് ഇതിന് റെസ്റ്റ് കൊടുക്കുന്നത്. കാരണം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നവരാണ്. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ബർത്ത് എന്താണെന്ന് നമ്മൾക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ജന്മം എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. എത്രയോ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്ത് തന്നെയാണ്. നമ്മൾ ഇതുവരെ എവിടെ പോയിട്ടില്ല, തിരിച്ച് പോയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ വന്നിട്ട് കരുണ കാണിക്കുന്നതാണ് ഈ പ്രാകൃതിക പ്രളയം. എല്ലാ ജീവാത്മാക്കളെയും ഭഗവാൻ വന്നിട്ട് സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മമാക്കി മാറ്റിയിട്ട് ആ പ്രളയത്തിലേക്ക്, ഭഗവാന്റെ ശരീരത്തിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ പ്രളയം നടക്കുമ്പോൾ എൻ്റെ ശിക്ഷാഗുരു എനിക്ക് പറഞ്ഞു തന്നതാണ്, ഈ പ്രളയം നടക്കുമ്പോൾ ഇതിൽ കാർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്ന സംഭവമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഭഗവാൻ നേരിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ 10 മണിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് 4 മണിക്ക് അവസാനിക്കുമ്പോൾ ആ 8 പീരീഡ് നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. പക്ഷേ പ്രിൻസിപ്പൾ വന്നിട്ട് നേരിട്ട് പറയാണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്ന് സ്കൂൾ അവധിയാണ്, എല്ലാവരും വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഭഗവാനും അവിടെ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇത് ഭഗവാൻ വന്നിട്ട് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കുന്നതാണ്. എന്നിട്ട് അടുത്ത സൃഷ്ടി നടക്കുന്ന സമയത്ത്, അതായത് ഇത് നടക്കുമ്പോൾ ബ്രഹ്മാവടക്കം ഭഗവാന്റെ ശരീരത്തിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത സൃഷ്ടി നടക്കുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരമായിട്ട് മാറിയിട്ടുള്ള ഏത് ഗുണത്തിലാണോ കയറിപ്പോയത് അതേ ഗുണത്തിൽ തിരിച്ചു വരും. അങ്ങനെയാണ് നാരദ മഹർഷിയായിട്ട് തിരിച്ചു വന്നത്. അത് ശ്രീമദ് ഭാഗവതം 1:5:25 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉച്ഛിഷ്ടലേപാനനുമോദിതോദിജൈ സകൃസ്മ ഭുഞ്ജേ തതപാസ്തകിൽബിഷഃ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസാ തധർമ്മ ഏവാത്മരുചിഃ പ്രജായതേ. നാരദ മഹർഷി കുഞ്ഞു കുട്ടിയായിട്ട് ഒരു ദാസീപുത്രനായിട്ടിരുന്ന സമയത്ത് അമ്മ മരിച്ചുപോയി. ഭക്തി വേദാന്തീസ് എല്ലാം വന്നിട്ട് അവരവരുടെ യാഗങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് നാരദ മഹർഷി അവരുടെ അനുമതിയോട് കൂടി ഉച്ഛിഷ്ട ലേപാൻ അനുമോദിതോ ദിജൈ, അവരുടെ അനുവാദത്തോടു കൂടി അവർ കഴിച്ച ഭക്ഷണത്തിന്റെ കുറച്ച് ഭക്ഷണം കഴിക്കും. ആ കഴിക്കുന്ന സമയത്ത് നാരദ മഹർഷിക്ക് 3 ഗുണങ്ങൾ ഉണ്ടാവും.
ഒന്ന്, അദ്ദേഹത്തിന്റെ സർവ്വ പാപങ്ങളും നശിച്ചു. രണ്ട്, രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയം വന്നിട്ട് ശുദ്ധിയായി. മൂന്നാമത്തെ ഗുണം വന്നിട്ട് ആ ഭക്തി വേദാന്തീസിനുണ്ടായിരുന്ന എല്ലാ നൈസർഗിക ഗുണങ്ങളും നാരദ മഹർഷിക്ക്. അതുകൊണ്ടാണ് നാരദ മഹർഷി കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാന്റെ ഈ 3 ഗുണങ്ങളോട് കൂടി ഭഗവാന്റെ ശരീരത്തിലേക്ക് കയറിപ്പോയി. തിരിച്ച് അടുത്ത ബ്രഹ്മാവിന്റെ കാലഘട്ടത്തിൽ നാരദ മഹർഷി വരുമ്പോ അതേ ഗുണത്തോട് കൂടിയാണ് വന്നത്. നമ്മൾ ഏത് ഗുണത്തോട് കൂടിയായിരിക്കും വന്നത് അറിയാമോ? നമ്മളില് അവസാനിച്ച ഗുണം, നമ്മളെ ശരീരം ഉപേക്ഷിച്ച സമയത്ത് ഏത് ഗുണത്തിലാണോ അവസാനിച്ചത് അതേ ഗുണമായിരിക്കും നമ്മുടെ അടുത്ത വൃത്തിൽ നമ്മൾ വരാൻ പോകും. അപ്പൊ അതുകൊണ്ട് നാരദ മഹർഷി ഈ ഡീവാസ്റ്റേഷനിൽ നടന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരീരത്തിൽ കഴിഞ്ഞ ജന്മം ഏത് ഗുണത്തിൽ കയറിപ്പോയതോ അതേ ഗുണത്തിൽ നാരദ മഹർഷിയായിട്ട് തിരിച്ചു. ഇവിടത്തെ ഈ ഭഗവാന്റെ പേര്, അല്ലെങ്കിൽ ഈ ഭഗവാൻ ഏത് രൂപത്തിൽ വരും എന്ന് പറഞ്ഞാൽ കാലസ്വരൂപൻ എന്ന് പറഞ്ഞാൽ ടൈം. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അർജുന, ഐ ആം ദ ടൈം. മഹാരാജൻ പറഞ്ഞിട്ടുണ്ട്, വേസ്റ്റിംഗ് ടൈം ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്രൈം. എന്ന് വെച്ചാല് എല്ലാത്തിനും സമയം കാരണമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ജനിക്കുമ്പോൾ മുതലേ കാർമിക് റിയാക്ഷൻസ് വന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഏത് സമയത്താണ് അത് അനുഭവിക്കണമെന്ന് പറഞ്ഞാല് ഏത് സമയത്ത് വരും? ആ ടൈം ആവുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തരും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് ഹിരണ്യകശിപുവിന്റെ ദുഷ്ടത്തരങ്ങളെല്ലാം കൂടി വരുന്ന സമയത്ത് എല്ലാ ദേവി ദേവന്മാരും വന്നിട്ട് ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചിട്ട് ബ്രഹ്മാവിനെ കൊണ്ട് നേരെ എവിടെ പോകും? ഭഗവാന്റെ അടുത്തേക്ക് പോകും. ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് അശരീരി, അതായത് ശ്വേതദീപം, ഭജേ ശ്വേതദീപം തമഹമിഹ ഗോലോകമിതിയം, ആ ശ്വേതദീപക്കരയിൽ നിന്നിട്ട് ബ്രഹ്മദേവൻ വന്നിട്ട് ഈ പുരുഷ സൂക്തം എന്ന് പറയുന്ന ആ സംഭവം പറയുമ്പോൾ അവിടെ നിന്ന് അശരീരി വരും. കാലം താവത് പ്രതീക്ഷതാം, നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാൻ പോണില്ല, അതിന്റെ സമയമാവാൻ നേരത്ത് ഞാൻ വരും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മംഗളം അരുളുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു അശരീരി പറഞ്ഞു. കാരണം നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എല്ലാം നമുക്ക് വരുന്നത് സമയമാവുമ്പോൾ വരും. ഇപ്പൊ നമ്മളൊരു പാഴ്സൽ നമ്മൾ അയക്കുകയാണ്, ഒരു 22-ാം തീയതി പാഴ്സൽ അയക്കുകയാണ്, ഇന്ന ദിവസം ഇന്ന ആളിന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്ത ഡേറ്റ് വെച്ചിട്ട് അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് അതിന്റെ ടൈം ആവാൻ നേരത്ത് നമ്മൾ ഒന്നെങ്കിൽ പോയി എന്ത് ചെയ്യുക, ആ എവിടെയാണോ DTDC അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ഉള്ളത് അവിടെ പോയി ഒപ്പിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ അവർ വരാൻ നേരത്ത് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കുക, ഇത്രയേ ഉള്ളൂ. അതുപോലെ കാർമിക് റിയാക്ഷൻസ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ കാർമിക് റിയാക്ഷൻസ് ഏത് സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ ടൈം, ആ സമയമാകുമ്പോൾ നമ്മുടെ അടുത്ത് വരും. ഇനി ഇതിൽ പഠിക്കാനുള്ള വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്. ഈ സ്ഥൂല ശരീരങ്ങളെയെല്ലാം സൂക്ഷ്മ ശരീരമാക്കി ഭഗവാൻ മാറ്റുന്ന സമയത്ത് അതോടൊപ്പം പഞ്ചഭൂതങ്ങളെയും ബ്രഹ്മദേവന് കൊടുത്താൽ മാത്രമേ ബ്രഹ്മദേവന് സൃഷ്ടി നടത്താനായിട്ട് പറ്റൂ. അതായത് നമ്മളിവിടെ ടെമ്പിളിൽ കുക്കിംഗ് നടത്താറുണ്ട്, എല്ലാ ദിവസവും ഭഗവാന് ഭോഗ നടത്താറുണ്ട്. ആ ഭോഗ കൊടുക്കുന്ന സമയത്ത് മാതാജിമാരെല്ലാവരും വന്നിട്ട്, മാതാജിമാരും കഴിയുന്ന പ്രഭുക്കന്മാരും എല്ലാ ദിവസവും അവരുടെ ടേൺ അനുസരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാറ്. അപ്പൊ കുക്കിംഗ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കിച്ചണിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് നടത്താനായിട്ട് പറ്റില്ല. അതിന് എന്ത് ചെയ്യും? പരമാനന്ദ പ്രഭുവിനെ പോലെയുള്ള ഒരാള് പോയി സാധനങ്ങളെല്ലാം, ഗ്രോസറി അങ്ങനെയുള്ള മലക്കറി കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുമ്പോൾ ഇവർക്ക് വന്നിട്ട് അത് ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മാവും സൃഷ്ടി നടത്തുന്നത്. ഭഗവാൻ വന്നിട്ട് സൂക്ഷ്മ ശരീരമാക്കി അതിൽ പഞ്ചഭൂതങ്ങളെയും ബ്രഹ്മദേവന് കൊടുക്കുമ്പോൾ മാത്രമേ ബ്രഹ്മദേവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ സൃഷ്ടി നടത്താനായിട്ട് പറ്റുള്ളൂ. അടുത്തത്, ഈ പ്രളയം നടക്കുമ്പോൾ, ഈ പ്രാകൃതിക പ്രളയം നടക്കുമ്പോൾ ബ്രഹ്മദേവന് വേണമെങ്കിൽ സെയിം ബ്രഹ്മദേവന് തന്നെ വരാം, പോയ ബ്രഹ്മദേവന് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഭഗവാൻ ആരെയാണോ നിയോഗിച്ചത് ആ ബ്രഹ്മദേവന് വരാം. നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2014 ഇലക്ഷനിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് വന്നു.
അത് 4 വർഷം 5 വർഷം കഴിഞ്ഞപ്പോൾ എന്തായി? 2019 അദ്ദേഹം തന്നെയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇലക്ഷനിൽ അല്ലെങ്കിൽ അവരുടെ ഈ എന്തെന്ന് പറയും, ഇലക്ഷൻ കമ്മീഷൻ അവരെ ഇതെല്ലാം തീരുമാനിച്ച് വീണ്ടും മോദി തന്നെയാണ് വന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറാം, പക്ഷേ അത് വേണമെങ്കിൽ ബ്രഹ്മദേവന് മാറാം. അതല്ല എങ്കിൽ ഭഗവാൻ ആരെയാണോ നിയോഗിക്കുന്നത് ആ ഇതിൽ വരാൻ പറ്റും. ഇനി രണ്ടാമത്തെ പ്രളയം, അതിനെ വന്നിട്ട് നൈമിതിക പ്രളയം എന്ന് പറയും. 4,32,000 വർഷം. ഇത് 4,00,000 ഇത്രയും വർഷം കഴിയാൻ നേരത്ത് ഇത് നടക്കുന്നത് ബ്രഹ്മദേവൻ ഉറങ്ങാൻ പോകുമ്പോഴാണ്. അതായത് ബ്രഹ്മദേവന്റെ ഒരു രാത്രി. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നേരത്തെ വർക്ക് ആവില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. കാരണം നമ്മൾ ഒരു സർവീസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 24 hours ഒരു സർവീസ് കഴിഞ്ഞാൽ, എക്സാമ്പിൾ വന്നിട്ട് നമ്മൾ നാമം ജപിക്കണം, രാവിലെ എണീറ്റ് നാമം ജപിക്കുകയാണ്, ഒരു അരമണിക്കൂർ നമ്മൾ ഉറങ്ങാൻ പോകും നാമജപം കഴിഞ്ഞാൽ. രണ്ടാമത് നമ്മൾ എത്രയോ നേരമായിട്ട് ഭാഗവതം എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും, കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസാദം കഴിച്ചു, അപ്പോഴും നമ്മൾ ഉറക്കത്തിൽ തന്നെയാണ്. നമ്മൾ 24 മണിക്കൂറിൽ എത്ര സമയം ഉണർന്നിരുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ എത്ര സമയം ഉറങ്ങി എന്നുള്ള കണക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും. നമുക്കറിയാൻ പറ്റും എത്ര സമയം നമ്മൾ ഉറക്കത്തിലാണെന്നുള്ള കാര്യം. പക്ഷെ ബ്രഹ്മദേവനെ പോലെയുള്ള ഹൈലി എലവേറ്റഡ് എക്സാൾട്ടഡ് പൊസിഷൻ ഭഗവാൻ കൊടുത്തേക്കുന്ന ആൾക്കാർ വന്നിട്ട് 1000 യുഗം കഴിയുമ്പോഴാണ് അവർ പോയി റെസ്റ്റ് എടുക്കുന്നത്. അത്രയും സമയം വരെ ഭഗവാൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും അതേപോലെ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ പോലെ ഇതായിട്ട് ബ്രഹ്മദേവൻ നമ്മൾ ഈസി സ്റ്റേജ് ആയിട്ട് കാണരുത്. നമ്മൾ വന്നിട്ട് കാർമിക് റിയാക്ഷൻ അനുഭവിക്കാൻ വന്നവരാണ്. അവര് വന്നിട്ട് ഭഗവാന്റെ നിയോഗം അനുസരിച്ച് ഭഗവാൻ കൊടുത്ത പോസ്റ്റിൽ അതേ സർവീസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിലും എക്സാൾട്ടഡ് പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു എലവേറ്റഡ് സ്റ്റേജിലോ നമ്മൾക്ക് എത്താൻ പറ്റും. നമുക്ക് കിട്ടുന്ന സർവീസും അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സർവീസും നമ്മൾ വളരെ ഭംഗിയായിട്ട് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയോടുകൂടി ചെയ്താൽ നമുക്കും ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് എത്താനായിട്ട് കഴിയും. ഇതാണ് ഇവിടെ പറയുന്നത്. അതാ മനുഷ്യഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ. മാതാജി ആ പർപ്പൊട്ടൊന്ന് വായിക്കാമോ? ഭഗവത്ഗീതയിലെ 8ാമത്തെ ചാപ്റ്ററിലെ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. ആരുമില്ല. വായിക്കാം പ്രഭു, വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. പർപ്പട്ടാണോ ട്രാൻസ്ലേഷൻ ആണോ പ്രഭു? ട്രാൻസ്ലേഷനും കുറച്ച് പർപ്പൊട്ടും അതിന്റെ വേർഡ് ഇത് കൊടുത്തേക്കണം, വേർഡ്സിൽ കൊടുത്തേക്കണം. 8th chapter 17th ശ്ലോകമാണ് പ്രഭു. ആ. സഹസ്രയുഗ പര്യന്തം ഹര്യത് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഹ സഹസ്രാന്തം തേ അഹോരാത്ര വിദോ ജനഃ. ട്രാൻസ്ലേഷൻ: മനുഷ്യഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്, രാത്രിക്കും അങ്ങനെ തന്നെ. ഭാവാർത്ഥം: ഭൗതിക പ്രപഞ്ചത്തിന് സ്വൽപ്പകാലമേ നിലനിൽപ്പുള്ളൂ. കൽപ്പങ്ങളിലൂടെയാണ് അതിന്റെ കാലഗണന. ബ്രഹ്മാവിന്റെ ഒരു ദിവസം അത്രേ കൽപ്പം. അതിനിടയിൽ കൃതം, ത്രേത, ദ്വാപാരം, കലി എന്നീ 4 യുഗങ്ങൾ 1000 തവണ കടന്നു പോകുന്നു. കൃതയുഗത്തിന്റെ വിശേഷതകൾ സത്യം, ധർമ്മം, ജ്ഞാനം എന്നിവയാണ്. അജ്ഞാനമോ ദൗഷ്ട്യമോ ഉണ്ടാവില്ല. അതിനാൽ ഈ യുഗത്തിന്റെ ദൈർഘ്യം 17,28,000 വർഷങ്ങളാണ് ഉള്ളത്. ത്രേതായുഗത്തിന്റെ അധർമ്മം ഉളവാകുന്നു. ഈ യുഗത്തിന് വർഷങ്ങൾ 12,96,000. ദ്വാപാര യുഗത്തിൽ ധർമ്മവും സത്യവും വീണ്ടും കുറയുന്നു. ദൗഷ്ട്യം വളരുന്നു. അതിന് വർഷങ്ങൾ 8,64,000. ഒടുവിൽ കലിയുഗം 5,000 വർഷങ്ങളായി ഇത് ആരംഭിച്ചിട്ട്. മത്സരം, അജ്ഞാനം, അധർമ്മം ഇവ അമിതമായി വർദ്ധിക്കും. ശരിയായ ധർമ്മത്തിന് നിലനിൽപ്പില്ലെന്ന് വരും. ഈ യുഗത്തിന് വർഷങ്ങൾ 4,32,000. കലിയുഗത്തിൽ അധർമ്മം മൂർധന്യത്തിൽ എത്തുമ്പോൾ യുഗാവസാനത്തിൽ ഭഗവാൻ സ്വയം കൽക്കി രൂപത്തിൽ അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും സ്വഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യും. പിന്നെയും അടുത്ത യുഗം ആരംഭിക്കുകയായി. ഈ പ്രക്രിയ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 തവണ ആവർത്തിക്കുന്ന ഈ ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. അത്ര തന്നെ യുഗങ്ങൾ അദ്ദേഹത്തിന്റെ രാത്രി. അങ്ങനെയുള്ള 100 സംവത്സരങ്ങളാകുമ്പോൾ ഒരു ബ്രഹ്മാവിന്റെ ജീവിതകാലമായി. നമുക്ക് 3,11,40,000 കോടി 3,11,40,000 കോടി വർഷങ്ങളാണ് മനുഷ്യഗണിത പ്രകാരം ഒരു ബ്രഹ്മാവിന്റെ ആയുഷ്കാലം.
ഈ കണക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ ആയുഷ്കാലം അതിരറ്റതും അസാധാരണവുമാണെന്ന് തോന്നാം. പക്ഷെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഒരു ഇടിമിന്നൽ പോലെ ക്ഷണികമാണത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കുമിളകളെ പോലെ കാരണ സമുദ്രത്തിൽ എണ്ണമറ്റ ബ്രഹ്മാക്കൾ പൊങ്ങി പൊലിയുന്നുണ്ട്. ബ്രഹ്മാവും ബ്രഹ്മസൃഷ്ടികളും ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണ്. അവ നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ബ്രഹ്മാവിന് പോലും ജനന മരണ രോഗവാർദ്ധക്യത്തിൽ നിന്ന് മോചനമില്ല. എങ്കിലും പ്രപഞ്ച ഭരണാധികാരി എന്ന നിലയിൽ ബ്രഹ്മാവ് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉടൻ തന്നെ മുക്തി ലഭിക്കും. വിശിഷ്ടരായ സന്യാസികൾ ഈ പ്രപഞ്ചത്തിലെ സർവോത്കൃഷ്ടമായ ബ്രഹ്മലോകത്തിലേക്ക് ഉയർത്തപ്പെടാറുണ്ട്. ഉപരിഗ്രഹ വ്യൂഹത്തിൽപ്പെട്ട മറ്റു ഗ്രഹങ്ങളെയെല്ലാം അതിജീവിക്കുന്നതത്രേ ബ്രഹ്മലോകം. എങ്കിലും ബ്രഹ്മാവും മറ്റു ബ്രഹ്മലോക നിവാസികളും ഭൗതിക പ്രകൃതി നിയമം അനുസരിച്ച് മരണത്തിനധീനർ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അതായത് നമ്മൾ ചെയ്ത ഇതാണ് ബ്രഹ്മദേവന്റെ ഒരു കാലഘട്ടം നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാവരും 8-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം ഭഗവത്ഗീത വളരെ വ്യക്തമായിട്ട് വായിക്കുക. ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഡിവോഷൻ സർവീസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിലും ബ്രഹ്മദേവന്റെ ഒരു പദവിയിൽ എത്താൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ നിന്ന് ബ്രഹ്മലോകത്ത് പോയാലും ശ്രീമദ് ഭാഗവതം 6:1 ആ ശ്ലോകത്തിന്റെ പർപ്പട്ടില് പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദെയർ എക്സാൽട്ടഡ് പൊസിഷൻ ദോസ് ഹൂ ആർ ഓൺ ബ്രഹ്മലോക അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ go directly back home, back to Godhead, along with the Brahma. അവിടെ നമ്മൾ പോയാലും ബ്രഹ്മദേവൻ എപ്പോഴാണോ ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നത് ആ സമയത്ത് നമുക്ക് ബ്രഹ്മാവിനോടൊപ്പം എവിടെ പോകാൻ പറ്റും? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. അതുകൊണ്ട് ഇത് നമ്മൾക്ക് പറ്റുന്ന ആ ഒരു ഇതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റി എന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി. ഹരേ കൃഷ്ണ പ്രഭു. ഇത് ഇപ്പൊ പറഞ്ഞത് പ്രഭു പറഞ്ഞ എനിക്ക് ബ്രെയിനിന് അപ്പുറം ആയാൽ നമ്മൾ അതിനകത്ത് പോകരുത്. അങ്ങനെ വിടുന്നതാണെങ്കിൽ നമ്മൾ കുറെ പ്രാവശ്യം വായിച്ചാലും കുറെ മനസ്സിലാവും. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന്റെ നാരദർക്ക് ഭഗവാൻ ദർശനം കൊടുത്തിട്ട് ഇനി നിനക്ക് ദർശനം തരില്ല ആ ഒരു ശ്ലോകം ഞാനും ഐശ്വര്യ മാതാജിയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അതിന്റെ ആൻസർ ഇപ്പം 3-4 ക്ലാസ്സിലൂടെ കിട്ടി. ഇന്നിപ്പോ പ്രഭുവിന്റെ ക്ലാസ്സിൽ കൂടെ അത് പൂർണ്ണമായി. കാരണം നമ്മൾ ശരീരം ത്യജിക്കുമ്പോൾ ഏത് ഭാവത്തോടെ പോകുന്നു, അതുകൊണ്ടാണ് നാരദർക്ക് അത് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി പ്രഭു. ഇനി ഞാനിപ്പോ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിരിക്കും. കാരണം എനിക്കൊരു മരണം, എനിക്ക് ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചുപോയി, പോകാൻ പറ്റുന്നില്ല, ശരീരം അനുവദിക്കുന്നില്ല. അപ്പോഴേ പ്രഭു, അത് ഇത്തിരി പ്രായമുള്ള എൻ്റെ അച്ഛൻ്റെ സഹോദരി അപ്പച്ചിയാണ്. അപ്പൊ ആ ഒരു ശരീരത്തിൽ നമ്മൾ പോകാതെ ഇരുന്നാല് നമുക്ക് പെലയുണ്ടോ? അത് പോകാതെ ഇരുന്നാൽ എന്താണ്? അതൊരു സംശയം പറഞ്ഞു തരുമോ പ്രഭു? ഹരേ കൃഷ്ണ. നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബ്രഹ്മദേവനിൽ നിന്ന് നാരദ മഹർഷിയിലേക്ക് വന്ന നാരദ പഞ്ചരാത്ര ഭക്തി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഭക്തിയാണ്. അതായത് നമുക്ക് ഒരു ഡിവോട്ടിക്ക് DEVOTE ഡിവോട്ടി, ഡിറ്റർമിനേഷൻ, എത്തിക് ലൈഫ്, വേദിക് നോളേജ്, ഒബീഡിയൻസ്, ടോളറൻസ്, എന്തൂസിയാസം. ഇതാണ് ഡിവോട്ടി. നമ്മൾക്ക് പെലയുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ദിവസം ശരീരം ഉപേക്ഷിക്കും. എല്ലാവരും ഒരു ദിവസം ശരീരം ഉപേക്ഷിക്കും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നാമം ജപിക്കുക, ഭാഗവതം വായിക്കുക. അതായത് പത്മപുരാണത്തില് 2:62 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവതം ധ്വനെ കലി ദോഷ ഇമേ സർവേ സിംഹ ശബ്ദാത് മൃഗ ഇവഹ. എങ്ങനെയാണോ സിംഹത്തിന്റെ ഗർജനത്താൽ ചെന്നായ്ക്കളുടെ അലർച്ച ഇല്ലാതാകുന്നത്, അതുപോലെ ഭാഗവതത്തിലെ അതീന്ദ്രിയ ശബ്ദം ഉച്ചരിക്കുന്നതിലൂടെ കലികാല സംബന്ധമായ എല്ലാ ദോഷങ്ങളും ഉടനെ അപ്രത്യക്ഷമാകും. ഈ പെല അല്ലെങ്കിൽ ഈ പുല എന്ന് പറയുന്ന സംഭവവും അതൊരു ദോഷം തന്നെയാണ്. ഇത് കലികാലത്തിലുണ്ട്. അത് നമ്മൾ ഭാഗവതം വായിക്കുന്നതിലൂടെ ഇല്ലാതാവും. നമ്മുടെ മനസ്സ് വന്നിട്ട്
അനുവദിക്കില്ല. നിനക്ക് ഇന്ന് അതുകൊണ്ട് നീ മാല എടുക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ആരാണ്? നമ്മുടെ കഥാമൃത പ്രഭു. നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാല എടുക്കില്ല, നമ്മൾ ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് ചെയ്യില്ല, ഭഗവാന് കുക്ക് ചെയ്ത് കൊടുക്കില്ല. ഇതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിലെ ഒരു എക്സാമ്പിള്, മായാപൂർ വന്നിട്ട് ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. ആ ഡിവോട്ടിയുടെ രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെയാണ് വന്നത്. വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം വന്നിട്ട് അതിനൊന്നും ഇത് ചെയ്യാതെ അദ്ദേഹം പ്രഭുപാദിന്റെ ബുക്സ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അത് ഒരു എക്സാൾട്ടഡ് പൊസിഷൻ, ഹൈലി എലവേറ്റഡ് സ്റ്റേജിലിരിക്കുന്നതാണ്. നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ട് നാമം ജപിക്കുക. അതിലങ്ങനെ ഈ വക കാര്യങ്ങളൊന്നുമില്ല മാനസി. കാരണം കലിയുഗത്തില് ഒന്നിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. ഏതാണ്? നാമജപത്തിന്. ആ നാമം നല്ല രീതിയിൽ ജപിക്കുക, നമ്മൾ നമ്മുടെ ഡിവോഷൻ സർവീസ് ചെയ്യുക എന്നുള്ളത് തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒരു സമാധാനം ഉണ്ട് മനസ്സിന്. ഞാൻ ഇന്നലെ രാത്രി ആൾ പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ രാവിലെ ഞാൻ എല്ലാ ആരതിയൊക്കെ ചെയ്തു, കണ്ണനെ നോക്കി ഭഗവാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അനുവദിക്കില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചപ്പോൾ ഒരു കിട്ടുമ്പോൾ എനിക്കൊരു സമാധാനവും കൂടെ ആയി. പോകാൻ പറ്റാത്ത ദുഃഖവും ഉണ്ട്. ഹരേ കൃഷ്ണ, അതുകൊണ്ട് ചോദിച്ചു. ഹരി ബോൾ. താങ്ക് യു മാനസി. പ്രഭു ഒരു കാര്യം, ആ, പറ പ്രഭു. 17-ാം ശ്ലോകമില്ലേ ഭാഗവതത്തിലെ, അല്ല ഭഗവത്ഗീത 17-ാം ശ്ലോകം, ആ, അതിന്റെ വിവർത്തനത്തിൽ പറയുന്ന മനുഷ്യ ഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിനെന്നാ എഴുതിയിരിക്കുന്നത്. അതെ അതെ. ചതുർയുഗമല്ലേ? 1000 അതായത് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് 4,32,000 വർഷം, അതായത് ഒരു യുഗം കഴിയുമ്പോൾ ബ്രഹ്മദേവൻ പോയിട്ട് അങ്ങനെയല്ല. യുഗം മാറുന്നേ ഉള്ളൂ, ബ്രഹ്മദേവൻ സെയിം തന്നെ ആയിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ആ, അതിന്റെ ഇത് എഴുതിയിട്ടുണ്ടല്ലോ, വിവർത്തനം 17-ാം ശ്ലോകത്തിന്റെ വിവർത്തനത്തില് മനുഷ്യഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിനെന്നാണ് എഴുതിയിരിക്കുന്നത്. 1000 യുഗം എന്ന് പറയുമ്പോൾ എത്ര ഇത് കഴിഞ്ഞു പോകും? അത് തെറ്റല്ലേ? ചതുർയുഗമാകേണ്ടി 1000 ചതുർയുഗം. അതാ പറഞ്ഞത്, ചതുർയുഗം. ഒരു യുഗം എന്ന് പറയുന്നത് എത്രയാണ്? 4,32,000. ആ ചതുർയുഗം 4 യുഗങ്ങളും കൂടെ ചേർന്ന് ചതുർയുഗം എന്ന് പറയും. 4 യുഗങ്ങളും കൂടെ ചേർന്നാല് ചതുർയുഗം. അപ്പൊ അതായത് അതിനുള്ള 1000 ചതുർ 4,32,000 ഇൻറ്റു 2 ആണ് എന്ത്? ഇത് ദ്വാപരയുഗം. 4,32,000 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 ടൈംസ് ആണ് എന്തോന്ന്? ഇത് ത്രേതായുഗം. 4,32,000 ഇൻറ്റു 4 ഇതാണ് എന്ത്? സത്യയുഗം. തെറ്റല്ല പ്രഭു. പിന്നെ അങ്ങനെ ഭഗവാൻ അങ്ങനെ തെറ്റുപറ്റും? പ്രഭുവിന് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെ, മനുഷ്യ ഗണിത പ്രകാരം 1000 യുഗങ്ങൾ. 1000 യുഗങ്ങളായി എഴുതിയിരിക്കുന്നത്. അതെ, 1000 യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. 1000 ചതുർയുഗമാണ്. 4 ചതുർയുഗം ചേരുന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, അല്ല ഒരു ചതുർയുഗം അല്ല. 1000 ചതുർയുഗം ചേരുമ്പോ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാകും. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 1000 യുഗങ്ങൾ ചേർന്നു എന്ന് 1000 എഴുതിയിരിക്കുന്നു. ചതുർയുഗം ചേരുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാവും. അപ്പൊ മനുഷ്യ ഗണിത പ്രകാരം 1000 യുഗങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രഭു ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നില്ല. ശരി, ഹരേ കൃഷ്ണ. ശരി പ്രഭു, താങ്ക് യു. പ്രഭു, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് നമ്മുടെ കാൽക്കുലേഷനിൽ വരുന്നതോ നമ്മുടെ കാൽക്കുലേഷന്റെ തെറ്റല്ല പ്രഭു. ഞാൻ പറയുന്നത് 1000 ചതുർയുഗം ചേർന്നെങ്കിലേ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാകും. അതെ. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 1000 യുഗങ്ങൾ ചേർന്നെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാന്ന് പറഞ്ഞതാണ് പ്രഭു. സഹസ്ര യുഗ പര്യന്തം 1000 യുഗങ്ങൾ വേണം. മനുഷ്യ ഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിനെന്ന് ഭഗവാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരി പ്രഭു, ഞാൻ തർക്കിക്കുന്നില്ല. തർക്കിക്കണല്ല പ്രഭു. പ്രഭു, അത് ഭഗവാൻ പറഞ്ഞതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതാ പറഞ്ഞത്, നമ്മുടെ ചില കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ലോജിക്കിലോ നമ്മുടെ യുക്തിയിലോ ഒന്നും വരുന്ന സംഭവം അല്ല അത്. അത് പ്രഭുവിന്റെ കാൽക്കുലേഷൻ അങ്ങനെയാണെന്ന് പ്രഭു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ പ്രഭു കുറച്ച് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എത്ര യുഗങ്ങളാണ്? ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്ര യുഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രഭു. നമ്മുടെ ഇതുപോലെ അല്ല സംഭവം. ഇപ്പൊ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ദേവന്മാർക്ക് എത്രയാണ്? ദേവന്മാരുടെ നമ്മുടെ 360 വർഷം ചേരുമ്പോഴാണ് ദേവന്മാരുടെ ഒരു വർഷം.
നമ്മുടെ 365 ഡേ ആണ് ദേവന്മാരുടെ ഒരു വർഷം. ഒരു ദിവസമല്ലേ പ്രഭു? ആ പിതൃക്കൾക്കാണ് ഒരു ദിവസം. പ്രഭു, പിതൃക്കൾക്ക് ഒരു ദിവസം. നമ്മുടെ 365 ദിവസമാണ് ദേവന്മാരുടെ, നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. 300 ഒരു വർഷം 360 വർഷം ചേരുമ്പോ ഒരു വർഷം. അതുപോലെ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇപ്പൊ കാൽക്കുലേഷന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, പ്രഭു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഞാനിത് ആദ്യമേ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിൽ ഇതൊന്നും ഞാനിത് മഹാരാജ് ലെക്ചറിലെ പോലെ അങ്ങനെ ഒരു ലെക്ചർ കൊടുത്തിട്ടേ ഇല്ല ഈ ഒരു കാര്യത്തിന്. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ സംശയം എന്താണെന്ന് വെച്ചാല്, ഹരേ കൃഷ്ണ കേൾക്കാമോ പ്രഭു? കേൾക്കാം മാതാജി. പ്രഭു പറയുന്നത് ബ്രഹ്മാവിന്റെ 1000 യുഗമാണ് ഒരു ദിവസം, അല്ല 4 ചതുർയുഗമാണോ ഒരു ദിവസം എന്ന സംശയമാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അല്ല. 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ഡേ, ഒരു പകൽ. 2000 ചതുർയുഗങ്ങൾ ചേരുമ്പം ബ്രഹ്മാവിന്റെ ഒരു ദിവസം. 2000 പ്രഭു ബ്രഹ്മാവിന്റെ 1 day at night. അല്ലല്ല പ്രഭു, അതിന്റെ പർപ്പട്ടൊന്ന് വായിച്ചേ. ആ പർപ്പട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ കണക്ക് ഭാഗവതത്തിലൊക്കെ പറയുന്നത് 1000 ചതുർയുഗം ചേരുമ്പം ബ്രഹ്മാവിന്റെ ഒരു ദിവസം, പകൽ. ഒരു ദിവസമല്ല, ഒരു പകൽ. അങ്ങനെ 1000 ചതുർയുഗം കൂടെ ചേരുമ്പോ ബ്രഹ്മാവിന്റെ ഒരു ദിവസം, അതായത് ദിവസവും പകലും രാത്രിയും കൂടെ ചേരുമ്പോ 2000 ചതുർയുഗങ്ങൾ ചേരണം. അതാണ് ബ്രഹ്മാവിന്റെ ഒരു ഡേ ഫുൾ ആവാനായിട്ട് 2000 ഇത് വരണം. 2000 ചതുർയുഗങ്ങൾ. ചതുർയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗം കൂടെ കൂട്ടി 4,32,000 ദിവസമുള്ള ഈ 2000 യുഗങ്ങൾ വരും. അപ്പൊ ഒരു ദിവസമാകും ബ്രഹ്മാവിന്റെ. എത്ര 4 യുഗം കൂടെ ചേരുമ്പോ എത്ര വർഷമാകും? എത്ര വർഷമാവും? 1000 ആവും. 4,32,000. 4,32,000 ഇൻറ്റു 1000. 4,32,000 ആകുമ്പോ ഒറ്റ ചതുർയുഗേ ആവുന്നുള്ളൂ. പ്രഭു 4,32,000 ഇൻറ്റു 4 ആവുമ്പോ എത്രയാവും? അത്തരം 1000 ചതുർയുഗങ്ങൾ വേണം. അത്തരം 1000 ചതുർയുഗങ്ങൾ വേണം ഒരു ദിവസം ബ്രഹ്മാവിന്റെ ഒരു പകൽ. അതേമാതിരി അത്രയും തന്നെ ആകുമ്പോ ഒരു രാത്രിയും കൂടെ അത്രയും കൂടെ വർഷമാകുമ്പോ ഒരു രാത്രിയും കൂടെ 2000 യുഗങ്ങളാവും. 1000 യുഗങ്ങളല്ല, ചതുർയുഗങ്ങൾ. അതായത് യുഗം, ദ്വാപരയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. 4 യുഗം കൂടെ ചേരുമ്പോ 4,32,000 വർഷമാവും. അതേമാതിരി ഉള്ള 1000 പ്രഭു, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കൂടെ ചേർന്ന് 4,32,000 വർഷമല്ല ആവണത്. പ്രഭു 4,32,000 ഇൻറ്റു ഡബിൾ ആണ് ദ്വാപരയുഗം. 4,32,000 ഇൻറ്റു ട്രിപ്പിൾ ആണ് ത്രേതായുഗം. അല്ലാതെ ഇത് 4,32,000 വർഷത്തിലല്ല ഈ 4 യുഗങ്ങളും വരുന്നത്. ശരി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ പ്രഭു? നമുക്ക് പെലയുണ്ടെങ്കിൽ ടെമ്പിളിൽ പോവാമോ? നമ്മുടെ അടുത്ത നമ്മൾ കൃഷ്ണഭക്തിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, നമുക്ക് സർവീസാണ് നമ്മുടെ മുഖ്യമെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നമ്മളെല്ലാം ഇത് ചെയ്തു പോവും എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുക തന്നെ ചെയ്യും. അത് ശരി. പിന്നെ പെല എന്ന് പറഞ്ഞത് സൃഷ്ടിച്ചതാരാ? ആചാര്യന്മാരാണോ അതോ മനുഷ്യരാണോ? അങ്ങനെ ഒരു നിയമം. പുല എന്ന് പറയുന്ന സൃഷ്ടി നടത്തിയത് ആചാര്യന്മാരാണോ അല്ലെങ്കിൽ ദൈവമാണോ നമ്മളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിലുള്ള സംഭവം തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസം അമ്പലത്തിൽ, അതായത് വൈദിക വേദവിധി പ്രകാരമുള്ള അമ്പലങ്ങളിൽ പോവാൻ പാടില്ല. അതായത് എന്താണ്, പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വേദവിധി പ്രകാരം നടക്കുന്ന അമ്പലങ്ങളിൽ പോകാൻ പാടില്ല. പക്ഷെ നമ്മൾക്ക് അതിന്
വേറെ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് ഡിവോഷണൽ സർവീസ് ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് നമുക്ക് ടെമ്പിളിൽ വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റിയുടെ സർവീസ് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് മാതാജി. മനഃ പരം കാരണമാ മനന്തി. നമ്മുടെ മനസ്സാണ് വിഷയം. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു പറഞ്ഞ പോലെ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോലെ വന്നപ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്ന് കണ്ണനെ പട്ടിണിക്കിടാൻ പറ്റൂലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തു. ഇന്നിപ്പോ ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ ആളുണ്ട്, മാതാജിക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. അതെ, നമ്മൾ ജപിക്കുക, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി. ഹരേ ശ്രീല കൃഷ്ണ. ശ്രീല ഗുരുദേവ് കി ജയ. ജയ ഗൗര ഹരി പ്രേമാനന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.